ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഗ്ലോയി ഡ്യൂയി ആയിട്ടില്ലേ. ഇതൊക്കെ വലിയ റേറ്റുള്ള പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഞാൻ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തത്. വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായില്ലേ? എനിക്ക് ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ കമ്മലൊക്കെ എൻ്റെ പഴയ കമ്മലാണ്. ഡ്രസ്സും അതുപോലെ പഴയ ഡ്രസ്സാണ്. വീഡിയോ ഡെയിലി എടുക്കാനുള്ളത് കൊണ്ട് പഴയ ഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ യൂസ്ഫുള്ളായി. ലുക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി ഈ ലുക്ക്. എവിടെയും പുറത്ത് പോകാനില്ല, പക്ഷെ നിങ്ങളെ കാണിക്കാനെങ്കിലും ഒരുങ്ങാലോ. എങ്ങനെയുണ്ട്? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഗ്ലാസ് സ്കിൻ മേക്കപ്പ്, അതായത് ഗ്ലോയി മേക്കപ്പ് ഇഷ്ടമാണെന്നല്ലേ, സെലിബ്രിറ്റി പോലെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ചിലവ് കുറഞ്ഞിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും സെലിബ്രിറ്റികളെ പോലെ ഇതുപോലെ ഗ്ലാസ് സ്കിൻ ഗ്ലോയി ഡ്യൂയി ലുക്കിൽ ഇനി ഒരുങ്ങിപ്പോവാവുന്നതാണ്. അതിനുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇനി ആർക്കും ടെൻഷനൊന്നും വേണ്ട, സങ്കടമൊന്നും വേണ്ട. എന്തിന്? എനിക്കും ഗ്ലാസ് സ്കിൻ മേക്കപ്പ് വേണമല്ലോ, അതുപോലെ എനിക്കും ഗ്ലോയി ഡ്യൂയി വേണമല്ലോ, എനിക്കും മുൻപ് തോന്നിയിട്ടുണ്ട് നിങ്ങളെപ്പോലെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ് ഇത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നും പറയുന്നത് പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യാം വീഡിയോ. അപ്പോൾ നമുക്ക് ഒരുപാടങ്ങ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ നോക്ക്, ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസ്, സാധാരണ ഫേസ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സെലിബ്രിറ്റി ആയാലും, ഇപ്പോൾ നമ്മൾ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാർ ആരായാലും ശരി, ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് അവരുടെ ഫേസ് ഉണ്ടാവുക. അത് പിന്നെ ഒരുങ്ങി അല്ലേ നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് മൊത്തം മാറി നല്ലൊരു ലുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കുകയോ മേക്കപ്പ് ചെയ്യാൻ ബ്യൂട്ടീഷ്യനെ വിളിക്കുകയോ ഒന്നും ആവശ്യമില്ല. കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മളെ കയ്യിലുണ്ടായാൽ തന്നെ മതി. പിന്നെ ചെറുതായിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലും മതി. അക്കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്കൊരു ലെൻസ് വെച്ച് തുടങ്ങാം കേട്ടോ. ലെൻസ് ഇപ്പോൾ നല്ലൊരു വലിയൊരു ഫങ്ഷനൊക്കെ ആണെങ്കിൽ, കല്യാണം, കുടികൂടൽ, ബർത്ത്ഡേ ഫങ്ഷൻ, അങ്ങനെ ഒരു 100 ആൾക്കാരിൽ കൂടുതൽ കൂടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇതുപോലെ ഒരുങ്ങി നോക്ക് കേട്ടോ. നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ മേക്കപ്പ് ചെയ്താൽ. ആ നമ്മുടെ ലൈറ്റിന്, ക്യാമറ ലൈറ്റിനും അതുപോലെ ഫങ്ഷൻ നടക്കുന്ന പ്ലേസിലുള്ള ലൈറ്റിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ലെൻസ് യൂസ് ചെയ്യണം. ഒരു ഗ്രേ ലെൻസ് വാങ്ങിക്കോട്ടെ. ഗ്രേ ലെൻസ് എല്ലാവർക്കും നല്ലപോലെ ചേരും. ഞാനിപ്പോൾ യൂസ് ചെയ്തതും ഗ്രേ ലെൻസാണ്. എല്ലാ ലെൻസ് കളറും എല്ലാവർക്കും ചേരണമെന്നില്ല. ഗ്രേ അധിക പേർക്കും ചേരുന്ന ഒരു ലെൻസാണ്. ഫസ്റ്റ് തന്നെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് കേട്ടോ. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും 1 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്യണം. ടോണർ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറിന് പകരം ഒരു എസൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ഇതെനിക്ക് മുന്നേ വാങ്ങണം എന്നുണ്ടായത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് തന്നെ വേണമെന്നുള്ളവർക്ക് ഇതും വാങ്ങാം. ഇതിനൊരു 1000 രൂപ സംതിങ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സെറ്റാഫീലിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങാം. നല്ല ഗ്ലോയി ഡ്യൂയി തരുന്ന മോയ്സ്ചറൈസറാണ് സെറ്റാഫീലിൻ്റെ. ഇന്ന് യൂസ് ചെയ്ത സൺസ്ക്രീൻ ഞാൻ ന്യൂട്രി ഗ്ലോൻ്റെ സൺസ്ക്രീനാണ്. ഇതും നമുക്ക് നല്ലൊരു ഡ്യൂയി ഫിനിഷിങ് തരുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ പവർ എസൻസിന് വില കൂടിയത് കൊണ്ടാണ് ഞാൻ അതിന് പകരമുള്ള മുൻപ് ഞാൻ യൂസ് ചെയ്ത ഡ്യൂയി ആയിട്ടുള്ള സെറ്റാഫീലിൻ്റെ മോയ്സ്ചറൈസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം വലിയ റേറ്റിനൊന്നും വാങ്ങണ്ട. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് മുന്നേ വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ വിഷ് ലിസ്റ്റിലും കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട് പൈസ കയ്യിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. നിങ്ങളും പൈസ കിട്ടുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. തൽക്കാലം സെറ്റാഫീലിൻ്റെ വാങ്ങിക്കോളൂ. സൺസ്ക്രീനും അതുപോലെ തന്നെ ന്യൂട്രി ഗ്ലോക്ക് പകരം ഞാൻ വില കൂടിയ വേറൊരു സൺസ്ക്രീനാണ് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്.
അത് ബ്യൂട്ടി ഓഫ് ജോയ്സൺ എന്ന ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു സൺസ്ക്രീനാണത്. ഏകദേശം തീരാനായി, ഇനി ഒരു 2 പ്രാവശ്യം മാത്രമേ എനിക്കത് ഇടാനുള്ളൂ പുറത്ത് പോകുമ്പോൾ. അതാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര ഡ്യൂയാണ്, വൈറ്റ് കാസ്റ്റും തീരെയില്ല. അതിൻ്റെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതിനുശേഷം ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലിപ് ബാം മാമ എർത്തിൻ്റെയാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ തരുന്ന വേറൊരു സംഭവമാണ് ഫേസ് സിറം. അപ്പം ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തത് ഫേസ് സിറം നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ ഗ്ലാസ് ഓയിലാണ്. ഫേസ് സിറമായിട്ട് യൂസ് ചെയ്തത് റെനി എന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ കൺസീലർ, ഫൗണ്ടേഷൻ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആവാം, സൺസ്ക്രീനിന് ശേഷവും ആവാം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം. ഏത് ഞാൻ പറഞ്ഞ ഈ സിറം. ഈ സിറാണ് നമ്മുടെ ഗ്ലോ തരുന്നതിൽ 1 നമ്പർ ആൾ കേട്ടോ. നല്ല ഗ്ലോ തരും. എത്ര സിറം നമ്മൾ അപ്ലൈ ചെയ്യുന്നോ അത്രയും ഗ്ലോ കൂടുതൽ കാണിക്കും. പിന്നെ റെനി ബ്രാൻഡിൻ്റെ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് റെനി ബ്രാൻഡാണല്ലേ. പക്ഷേ റെനി ബ്രാൻഡിൻ്റെ ആയിരുന്നു ഞാൻ ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തത് കേട്ടോ. ഇത് റോൺസിലേൻ്റെയാണ്. ഇതിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതാണ് എനിക്ക് പേര് മാറിപ്പോയത്. റോൺസിലെ ബ്രാൻഡാണെങ്കിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും, റെനിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. രണ്ടും സെയിം കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തുടക്കക്കാരായ നിങ്ങൾക്ക് റോൺസിലെ സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തത് കൺസീൽ ചെയ്തത് മാർസിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഫുൾ കവറേജൊന്നും അല്ല കേട്ടോ. ഫുൾ കവറേജ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഫുൾ കവറേജ് അല്ല. ഫുൾ കവറേജുള്ള കൺസീലർ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാക്കിൻ്റെ ചെയ്യാം, മെബിലിൻ്റെ ഉണ്ട്. അതുപോലെ ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് പറ്റുമെങ്കിൽ ടാർട്ട്, മാക്ക് ഇതൊക്കെ പറ്റും. ഓക്കെ, മെബിലിൻ്റെ നോക്കിക്കോളൂ നിങ്ങൾ. മാർസ് അത്ര എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതിന് ശേഷം ഞാൻ ആ കൺസീലർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റ് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. മൈ ഗ്ലാമിൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. എൻ്റെ പ്രോഡക്ട്സിൻ്റെ ഷെയ്ഡ് മൊത്തം എനക്കൊന്നും ചേരാത്ത പോലെയാണ്. വാങ്ങുമ്പോൾ എനിക്ക് ചേരുന്ന തൊട്ട് പല ഷെയ്ഡും വാങ്ങും. ഈവൻ ലിപ്സ്റ്റിക്ക് വരെ അങ്ങനെയാണ്. പക്ഷേ കയ്യിലെത്തുമ്പോൾ ഒന്നും എനിക്ക് മാച്ച് ആവാത്തതുപോലെ. പിന്നെ വേറൊരു പ്രോഡക്റ്റ് വാങ്ങും. അങ്ങനെ തന്നെ കുറേ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എൻ്റെ കയ്യിലെ പൈസ മൊത്തം പോയി. ഇത് ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ മാച്ച് ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെ എക്സാക്റ്റ് ഒരു മാച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പൊതുവേ മാച്ച് എന്ന് തോന്നുന്നത് ഐവറി ഷെയ്ഡാണ്. ഐവറി സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് മാച്ച് തോന്നാറുണ്ട്. ബാക്കിയൊക്കെ ഒരു ബ്ലാക്ക് അടിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ, പൈസ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഷെയ്ഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. വെറുതെ പൈസ കളയണ്ട. തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ. അതിനുശേഷം നമ്മുടെ ഫേസിൽ കുറച്ചുകൂടി ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് എൽഫിൻ്റെ ഈ പ്രോഡക്റ്റ്. ഇതിപ്പോൾ നമുക്ക് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ പറശ്ശിനിക്കടവ് പോയപ്പോൾ ഉള്ള ആ വീഡിയോയിൽ ഞാൻ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു പ്രോഡക്റ്റിന് മാത്രമാണ് ഇട്ടത്. അതുകൊണ്ടാണോ അല്ല ഇനി മെബിലിൻ്റെ ആ ഒരു വോയേജർ ലിപ്സ്റ്റിക് എനിക്ക് കൊണ്ടാണോ എന്നറിയില്ല. ഹസ്ബൻഡ് പറയുന്നുണ്ട് അതിന് ബ്ലാക്ക് അടിക്കുന്നതെന്ന്. ചിലപ്പോൾ ഷെയ്ഡ് രണ്ടിനും ചേരുന്നുണ്ടായിട്ടുണ്ടാവില്ല. എന്നും എനിക്ക് ഐവറി തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നത്. കണ്ടോ, ഗ്ലോ കണ്ടുവോ നിങ്ങൾ? ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ പ്രോഡക്റ്റ്. പക്ഷേ 1750 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു. കാരണം ഷെയ്ഡും അത്ര എനിക്ക് മാച്ച് അടിക്കുന്നില്ല, കറുപ്പടിക്കുന്ന പോലെയുണ്ട്. ഇൻസൈറ്റിൻ്റെ സെയിം ഒരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ. ഫിൽറ്റർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അതെ, ഫോട്ടോ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസൈറ്റിൻ്റെ. ഞാനത് പേര് ടാഗ് ചെയ്താൽ പിന്നെ ടാഗ് ചെയ്യാൻ എനിക്ക് എന്തെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എൽഫിൻ്റെ ഒന്നും ഇത്രയും റേറ്റിൻ്റെ ഒന്നും വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. തുടക്കക്കാർക്കൊന്നും വീട്ടിൽ നിന്ന് ഇപ്പോൾ പോക്കറ്റ് മണിയൊന്നും തരണമെന്നില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഈ പ്രോഡക്റ്റ് വാങ്ങേണ്ട കാര്യമില്ല. അവർക്കാണ് ഞാൻ ഈ പകരമുള്ള ഇൻസൈറ്റിൻ്റെ പറഞ്ഞത്. ഇൻസൈറ്റിൻ്റെ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും നിങ്ങൾ മതി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പ്രോഡക്റ്റ് എനിക്ക് പേര് ഓർമ്മയില്ല എന്ന്. പക്ഷേ ഞാൻ പ്രോഡക്റ്റിൻ്റെ പേര് കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാം. അത് വാങ്ങിച്ചാൽ മതി എൽഫിന് പകരം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്ത് മേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ത്? ഐബ്രോ ഫില്ല് ചെയ്തില്ലെങ്കിൽ പോയില്ലേ മക്കളെ.
ആ ഗ്ലോ മേക്കപ്പ് ചെയ്തതിൻ്റെ ഒന്നും ഒരു ഗുണവും നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തില്ലെങ്കിൽ കാണൂല. ഇപ്പം ഞാൻ ഫില്ല് ചെയ്യുന്ന പോലെ അങ്ങനെ ഡാർക്കായിട്ട് ഫില്ല് ചെയ്യണമെന്നൊന്നും ഇല്ല. നിങ്ങൾ ലൈറ്റായിട്ട് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളെ ഐബ്രോയിൽ ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് കുറച്ച് ഡാർക്കായിട്ടാണ് ഇഷ്ടം. എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഐബ്രോ ഒന്ന് കുറച്ച് കട്ടിയിലൊക്കെ അങ്ങനെ ഫേസിലൊന്ന് എടുത്ത് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐബ്രോ ഒന്നും തീരെ ഇല്ല കേട്ടോ. ഇതുപോലൊക്കെ ഷേപ്പ് കൊടുത്തിട്ടൊക്കെ ജസ്റ്റ് ഒന്ന്, ഞാനങ്ങനെ ആർട്ടിഫിഷ്യൽ ഷേപ്പാക്കാൻ നോക്കാറില്ല. ഉള്ളതിൽ തന്നെ ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷേപ്പൊക്കെ കൊടുക്കാൻ പറ്റും, എക്സ്ട്രാ വരച്ചിട്ടൊക്കെ. പക്ഷെ ഞാനങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ വരച്ചതിന് ശേഷം നല്ലപോലെ കോമ്പൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ കോമ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ഐബ്രോ ജെല്ല് കിട്ടും, ക്ലീനായിട്ടുള്ള മസ്കാര എന്ന് പറയും അതിന്. ക്ലിയർ മസ്കാര, ക്ലീൻ അല്ല, ക്ലിയർ മസ്കാര ഐബ്രോ ആൻഡ് ഐലാഷ് ജെൽ ഒരു സംഭവമുണ്ട്. നമുക്കത് പിന്നെ സാദാ മസ്കാരയില്ലേ, അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ട ഇതിന് നമുക്ക് ഐബ്രോയിലും പറ്റും, ഐബ്രോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഫംഗ്ഷന് നമ്മൾ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ടല്ലേ ബ്ലാക്ക് പൗഡറൊക്കെ കൊണ്ടല്ലേ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വേർക്കുമ്പോഴൊക്കെ നമ്മളിപ്പോൾ പുരുകത്തിൻ്റെ അടുത്തൊക്കെ കൈ ആയാൽ അത് സ്പ്രെഡ് ആവാതിരിക്കാനും നമ്മളെ കയ്യിലൊക്കെ ആവാതിരിക്കാനും ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ അനങ്ങാതിരുന്നോളും. പിന്നെ ഒന്നും ആവില്ല. വൈകുന്നേരം വരെ നമ്മൾ പിന്നെ വീട്ടിലെത്തുന്നവരെ അതുപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മസ്കാര ജെല്ലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ക്ലിയർ മസ്കാര ജെൽ എന്നാണ് അതിന് പറയൽ, ക്ലിയർ മസ്കാര ഐബ്രോ ജെൽ. അതിനുശേഷം നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. പൊതുവേ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ആയിട്ടുള്ള ഫങ്ഷനാണ് പോകുന്നതെങ്കിൽ ഐ ഷാഡോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കണ്ണിൻ്റെ മുകളിൽ, ഇപ്പോൾ ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നില്ലേ, അതിന് മുമ്പ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു കൺസീലർ ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ. അതിന് ശേഷം ഒരു പൗഡറോ സെറ്റിംഗ് പൗഡറോ കോമ്പാക്റ്റ് പൗഡറോ കൊണ്ട് നല്ലപോലെ ആ പിന്നെ കൺസീൽ ചെയ്ത ഭാഗത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ജസ്റ്റ് ഒരു ഐ ഷാഡോ, അതിന് ശേഷം ഗ്ലിറ്ററിങ് ഐ ഷാഡോ ഇതുപോലെ വിരൽ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ മിഡിൽ പോർഷൻ തൊട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കൈ കൊണ്ട്. ബ്രഷ് കൊണ്ടും അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കൈ കൊണ്ടാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആവും, അത്ര തന്നെ. ഓക്കെ. ഇപ്പം അധികം ഗ്ലിറ്ററിങ് കൊണ്ട് തന്നെയാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്ലിറ്ററിങ് ആകുമ്പോൾ കുറച്ചും കൂടി പ്ലെയിൻ ഐ ഷാഡോനേക്കാളും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചങ്കി പാർട്ടിക്സ് അങ്ങനെയുള്ള ഗ്ലിറ്ററിങ് അല്ല, ചെറിയൊരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യും. ഓക്കെ. കണ്ണിൻ്റെ ആ മുകളിൽ ഐ ഷാഡോ ഇട്ടതുപോലെ കണ്ണിൻ്റെ താഴെയും ചെറുതായിട്ടിട്ട് കൊടുക്കണം ഐ ഷാഡോ. അപ്പോൾ കണ്ണ് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നമുക്ക് കൺമഷി എഴുതി കൊടുക്കാം. ഇത് റെനിയുടെ കാജലാണ്, നല്ലൊരു കാജലാണ്. എനിക്ക് ഏതൊരു കാജലും ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണിലേക്ക് അത് പറ്റിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പണിയാണ്, എന്താണെന്നറിയില്ല. ഹിമാലയ അതുപോലുള്ള കാജലൊന്നും അങ്ങനെ വരാറില്ല. പക്ഷേ ഹിമാലയ കാജലൊക്കെ പെട്ടെന്ന് പടരൂലേ, അതൊക്കെ പെട്ടെന്ന് പടരും. അതൊക്കെ ഫങ്ഷൻ പോകുമ്പോൾ ഇടാതിരിക്കുന്നതല്ല. നമുക്ക് വാട്ടർ ലൈനിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു സുഖം തോന്നും ആ കാജലൊക്കെ, പക്ഷേ വേഗം പടരും. എന്നിട്ട് വീണ്ടും ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കൺമഷി എഴുതിയ സൈഡിൽ ഒന്നും കൂടി ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളറ് കുറച്ചും കൂടി ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് കളർ കൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഈ ഒരു ബ്രഷ് കുറച്ച് ഫാറ്റായിപ്പോയി. എൻ്റെ കയ്യിലുള്ള ബ്രഷ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന് വേറെ തന്നെ ബ്രഷ് വേണം, ഉണ്ടായിരുന്നു. എവിടെയോ ചില പ്രാവശ്യം എടുത്തിട്ട് എവിടെയെങ്കിലും വെക്കും, അതാണ് സംഭവിക്കുന്നത്. ഒരു സൂക്ഷ്മതയില്ല, അതാണ് സംഭവിച്ചത്. അതിനുശേഷം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇത് നല്ലൊരു ബ്ലഷാണ്, മീഷോന്ന് വാങ്ങിച്ച ബ്ലഷാണ്. വലിയ റേറ്റൊന്നുമില്ല, നല്ല ഗ്ലോ തരും, നല്ല പിങ്ക് ബ്ലഷാണ്. പിന്നെ ഇതിനൊരു പേരുണ്ട്, നമ്മുടെ മാജിക് ബ്ലഷ് എന്ന് അതിനെ പറയാം. 150 അത്ര സംതിങ് ഉള്ളൂ. നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച ബ്ലഷിനേക്കാളും എനിക്ക് ഈ ബ്ലഷ് ഇഷ്ടമാണ്.
അത്രക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്ലോയി ഡ്യൂയി ലുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലഷ് അടിപൊളിയാണ്. പിന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്യൂയി മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും പൗഡർ കൊണ്ട് ഫുൾ സെറ്റാക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഡ്യൂയിനെസ് പോവും. പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ഈ ഒരു മേക്കപ്പ് ട്രൈ ചെയ്യണ്ട, മഹാ ബോറായിരിക്കും. മുഖത്ത് ഓയിൽ പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബോറായി തോന്നിക്കും. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു മാച്ചായിരിക്കും ഈ ഒരു മേക്കപ്പ്. ഓയിലി സ്കിന്നുള്ളവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മാറ്റി ലുക്ക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എത്ര സ്കിൻ കെയർ ചെയ്താലും നമുക്ക് അത്ര ഒരു നല്ല ഫിനിഷിങ് കിട്ടൂല. അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കതിന് ശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്വിസ് ബ്യൂട്ടീൻ്റെ മസ്കാര. നിങ്ങൾക്ക് എത്ര കോട്ട്സ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. എത്ര ലെയർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു ലെയറേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഒരുപാട് ലെയർ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഐലാഷസ് കൂടുതൽ നല്ല ഭംഗിയായിട്ട് കാണിക്കും. എനിക്ക് ഐലാഷസ് ഒരുപാട് അങ്ങനെ ആർട്ടിഫിഷ്യലായി തോന്നിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഐലാഷസ് ഒന്നും വെച്ച് കൊടുക്കാറില്ല. ഇതുപോലെ മസ്കാര മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മാർസിൻ്റെ 2-in-1 മസ്കാരയുണ്ട്. അതാണ് ഈ മസ്കാരേനേക്കാൾ നല്ലത്. പക്ഷേ ഈ മസ്കാര നമുക്ക് കഴുകിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. നല്ലപോലെ കഴുകുമ്പോൾ നല്ലപോലെ അത് ഇങ്ങനെ ഇളകിയിട്ട് വരും. അതുകൊണ്ട് കഴുകുന്നതിനൊന്നും ഈ ഒരു മസ്കാര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും എനിക്കിഷ്ടം മാർസിൻ്റെ 2-in-1 മസ്കാരയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊരു ലിപ്പ് ലൈനർ റെഡ് കളറ് ഉള്ളതാണ്. നമുക്ക് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത്ര കറക്റ്റ് ആവാറില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്നാലും ശരിയാവുന്നുണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ തുമ്മാനൊക്കെ കഴിച്ചതുപോലെ ഉണ്ടാവും. പിന്നെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. വൈൻ കളറാണ് മെബിലിൻ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ. എനിക്ക് നന്നായി ചേരുന്നുണ്ട്. അതിന് എൻ്റെ ഒരു ഫെയർ കളറ് ഷെയ്ഡാണ് നിങ്ങളുടെയെങ്കിൽ ഫേസ് നിങ്ങൾക്ക് എന്തായാലും മാച്ചാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു ലാസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാത്തിരുന്ന് വാങ്ങിച്ച ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അതിനേക്കാളും നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി. ഷെയ്ഡ് എനിക്ക് മുഖത്ത് നല്ല കളറ് തരുന്നുണ്ട്. പക്ഷേ ആ വോയേജർ എന്നുള്ള ഷെയ്ഡിന് എൻ്റെ ഫേസ് ബ്ലാക്ക് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇത് നല്ലൊരു ബ്രൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിൽ. ഇനി എന്തായാലും ഞാൻ ഇത് തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. എന്തെങ്കിലും കഴിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ വെള്ളം കുടിക്കുകയോ ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല ഇത്. എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരുപാട് ലോങ് ലാസ്റ്റിങ്ങും അല്ല. പക്ഷേ ഷെയ്ഡ് പറയാതിരിക്കാൻ വയ്യ. നല്ല മെറൂൺ ഷെയ്ഡൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമായി എന്തായാലും. ഇന്നാണ് എനിക്ക് ശരിക്കും ഈ ഷെയ്ഡിൻ്റെ ഒരു സൗന്ദര്യം ഇത്രയും നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ഈ ഷെയ്ഡ്. അതിനുശേഷം നമുക്കൊരു കുഞ്ഞ് ബ്ലാക്ക് പൊട്ട് കുത്തി കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഫേസ് നമ്മൾ മേക്കപ്പ് മൊത്തം സെറ്റാക്കി കൊടുക്കണം. ഇപ്പോഴുള്ള ആ ഒരു ഗ്ലോയും സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്ലോയും നിങ്ങൾ നോക്കിക്കോ. സെറ്റാക്കി കഴിഞ്ഞിട്ട് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു മേക്കപ്പിൻ്റെ നമുക്ക് കാര്യം മനസ്സിലാവുന്നത്, എത്ര ഭംഗിയുണ്ടെന്ന്. ഇപ്പോൾ നോക്കിക്കോ നിങ്ങൾ. ഒന്നും ചെയ്യേണ്ട, അതവിടെ തന്നെ ഉണങ്ങിക്കോളും. ഒരു ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കിയെടുക്കാം. എൻ്റെ കയ്യിലില്ല. വെയിറ്റ് ചെയ്താൽ മതി, അതവിടെ തന്നെ ഉണങ്ങിക്കോളും. സൂപ്പറാണ്. മേക്കപ്പ് അവിടെ തന്നെ സെറ്റായിട്ടുണ്ട്, അനങ്ങാതെ നിന്നോളും. ഇത് എൻവൈബയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്, ഡ്യൂയി ലുക്ക് തരും. അപ്പോൾ ഇതാണ് ഡ്യൂയി ലുക്കിന് ഞാൻ ചെയ്തത്. മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ ഇത്രയൊക്കെ മതി നമുക്ക്. ഓക്കെ, നല്ല ഡ്യൂയി ഒക്കെ തോന്നിക്കാൻ വേണ്ടി നമുക്ക് കമ്മൽ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാം. ഹെയർ സ്റ്റൈലൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. കമ്മൽ കുറച്ച് വലുതിടാം. ചെറിയ കമ്മലൊന്നും വലിയ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവില്ല. ഇതുപോലെ വലിയ കമ്മലിടുക. കല്യാണം കഴിയാത്തവരൊക്കെ ആണെങ്കിൽ മാലയൊക്കെ സ്കിപ്പ് ചെയ്തോ. വലിയ കമ്മലിടുമ്പോൾ വലിയ മാലയൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുഞ്ഞു മാല ഇട്ടോളൂ. അല്ലെങ്കിൽ മാല സ്കിപ്പ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ടുള്ള ഒരു ലുക്കാണ് നിങ്ങൾ കാണുന്നത്. വെയിലത്ത് പോകുമ്പോൾ ഞാൻ ആ ഒരു ഡ്യൂയി കാണിക്കാം നിങ്ങൾക്ക്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചല്ലോ അതുപോലെ. ഈ ഒരു മേക്കപ്പ് ലുക്കും പ്രോഡക്റ്റും ഒക്കെ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യുക കേട്ടോ. എന്തായാലും അടിപൊളിയായിരിക്കും. ബായ്.